നമസ്കാരം, കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം. കൂത്താട്ടുകുളം റീച്ച് വേൾഡ് വൈഡ് എന്ന സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ ബാപ്പുജി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്കൂൾ കിറ്റ് വിതരണ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ റെജി ജോൺ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ലിസി ജോസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC ഭാസ്കരൻ, വാർഡ് കൌൺസിലർ സുജ സിനി, ബ്രദർ ഷാജി, ജോൺ സി ജെയിംസ്, ബിനോയ് TS, കുറിയച്ചൻ, ജോൺസൺ, ജിതിൻ മാത്യു, ആരതി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിന്റെ ഒരു ഭാഗമാണെന്ന് ഇപ്പോഴാണ് അറിയാൻ സാധിച്ചത്. അതിലേറെ സന്തോഷം. എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായി പറഞ്ഞു അതിനുവേണ്ടി ഒരു പ്രസ്ഥാനമാകുവാനായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഇത് തുടങ്ങിയത്. കാരണം 2004 വർഷം ഭക്ഷണം ഇല്ലാതെ അനേകം ഒരു ചെറിയ ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു ഒരു ഭവനത്തിൻ്റെ അവസ്ഥകളുണ്ട്. കാരണം ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് സാമ്പത്തികമായി മുഴുവൻ തകർന്നിട്ട് ഭവനത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നപ്പോൾ അത് ആ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ അങ്ങനെ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടു അവരുടെ ആ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ആരോഗ്യത്തിനൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടൊപ്പം സേവനങ്ങൾ ചെയ്യുന്ന റീച്ച് വേൾഡ് വൈഡ് അവർ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ. അനുഗ്രഹം നേരിൽ കാണുവാൻ സാധിച്ചവരാണ് ഞങ്ങൾ. സാധാരണ ആത്മീയത ശരിക്കും ചെയ്യേണ്ടത് ആത്മീയതയുടെ കൂടെ തന്നെ സേവനങ്ങൾ വേണം. പക്ഷേ ഞാൻ വിവാദമാക്കി പറയുകയല്ല, സാധാരണ 100% അങ്ങനെ നടക്കാറില്ല. അതിന് അപവാദമായിട്ട് ഈ റീച്ചുകളുടെ പ്രത്യേകിച്ച് ഒരു കൂട്ടായ്മ, ഈ കൂട്ടായ്മ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന കൂട്ടായ്മ, കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഈ കൂട്ടായ്മ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഒത്തിരി വീടുകളിൽ പണിയില്ലാതിരുന്ന കുഞ്ഞുമക്കൾക്ക് നാളെ സ്കൂൾ പ്രവേശനോത്സവം തുറന്നാണ് ഒരു ബാഗോ ഒരു മുറയോ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളുണ്ട്. കാരണം പറയാൻ ഒരു വീട്ടിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ ആ വീട്ടിലെ ഒരു കുഞ്ഞിൻ്റെ അമ്മ എന്നോട് പറയാണ്, ബാഗാണ് ഞാൻ ബാഗാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് എന്നോട് ചോദിച്ചു കുടയുണ്ട് ചോദിച്ചു. ഞാൻ വീട്ടിൽ പറഞ്ഞു എന്താണ് തന്നെയെന്ന് അറിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കത് പരിഹരിക്കാം. അങ്ങനെയുള്ള വീടുകളുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനമാണ് ഇന്ന് കേരളം ഈ നിലയിലേക്ക് വളരുവാനും പ്രബുദ്ധ കേരളമായി വളരുവാനും ഉണ്ടായ സാഹചര്യം. അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെ തട്ടിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട, അതുപോലെ തന്നെ എല്ലാ രീതിയിലും സാമ്പത്തികപരമായും ശാരീരികപരമായും എല്ലാ രീതിയിലും താഴെ തന്നെ നിൽക്കുന്ന ഒരു വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം കേരളത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അതിനോട് ചേർന്ന് സ്ഥാപനത്തോട് റീച്ച് വേൾഡ് വൈഡിന്റെ സ്ഥാപകൻ ദൈവമാണ്. ആ ദൈവത്തോട് ചേർന്ന് അതിനെ മുന്നോട്ട് നയിക്കാനുള്ള ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഡോക്ടർ മാത്യു തിരുവളം. ദൈവത്തിൻ്റെ മാധ്യമത്തിലൂടെ മേഘ അന്വേഷണം നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.